ഗൈസ് വെൽക്കം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യം ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്, റൈറ്റ്? ഞാൻ വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കും കൂടി അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിരുന്നു. അതാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്, റൈറ്റ്? അപ്പോൾ ഈ ക്യാപിറ്റലിൻ്റെ പ്രശ്നം ഓൾറെഡി ഉള്ള സമയത്ത് ഇപ്പോൾ അമി ബ്രോക്കർ എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ കോസ്റ്റ്ലിയാണ്. അതിൻ്റെ റിയൽ ആയിട്ടുള്ള, അതായത് പ്യുവർ ആയിട്ടുള്ള ഡാറ്റ കിട്ടുക എന്ന് പറയുന്നത് അത് ലാക്സിലാണ് അതിൻ്റെ പ്രൈസ് പോവുക. സോ അത് നോർമലി ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഒരാളെ സംബന്ധിച്ച് പോസിബിൾ അല്ല, വളരെ ക്ലിയർ ആണ്, റൈറ്റ്? പിന്നെയുള്ള രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രേഡിംഗ് വ്യൂ പ്രോ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അണ്ടർ 10,000 ഓഫർ ടൈമിൽ, അതായത് ബ്ലാക്ക് ഫ്രൈഡേ സെയിലൊക്കെ കാണാറുണ്ട്. ബട്ട് അതും ഒരു എക്സ്ട്രാ പൈസയാണ്, അല്ലെങ്കിൽ ഒരു എക്സസ് എമൗണ്ട് ആണെന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഏതാണോ നിങ്ങളുടെ ബ്രോക്കർ, അതായത് നമ്മൾ ഏത് ബ്രോക്കറാണ്, ഡിസ്കൗണ്ട് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നതെങ്കിലും അവരുടെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ അറിയാം, നിങ്ങൾക്ക് പല ആൾക്കാർക്ക് അറിയാം, ഞാൻ ഫയേഴ്സ് എന്ന് പറയുന്നത് വളരെ കാലമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഫയേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ 6 വർഷത്തെ 1 മിനിറ്റ് ഡാറ്റ അവൈലബിൾ ആണ്. അതായത് ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക, അതായത് നിങ്ങൾക്ക് ഒരു ട്രേഡർ ആവണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു വില്ലിങ്നെസ് എടുത്ത് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അന്നേരം എൻ്റെ അമി ബ്രോക്കർ ഇല്ല, അല്ലെങ്കിൽ ട്രേഡിംഗ് വ്യൂ പ്രോ ഇല്ല എന്ന് പറയുന്നത് ഒരു കാരണമല്ല. ഈ ഫ്രീ ചാർട്ടിങ് മാത്രം മതി. ഞാൻ പറയട്ടെ, അതായത് ഇപ്പം 2023 നമുക്ക് എത്രയോ ഫ്രീ ചാർട്ടിങ് അവൈലബിൾ ആണ്. ₹1 പോലും മുടക്കണ്ട, റൈറ്റ്? ഏതെങ്കിലും ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറിൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് നല്ലൊരു ചാർട്ടിങ് അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുവാണ്. അക്കൗണ്ട് ഓപ്പണിംഗ് ഫീ, ആനുവൽ മെയിൻ്റനൻസ് ചാർജ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമുക്ക് ഒരു നല്ലൊരു ചാർട്ടിങ് ഇതിലൂടെ കിട്ടുവാണ്. പക്ഷേ പണ്ട് കാലത്ത്, അതായത് ഈ ചാർട്ടിംഗ് ഒക്കെ തുടങ്ങിയ കാലത്ത് ഇതുപോലെയൊന്നുമല്ല, വെറും വേസ്റ്റ് ഡാറ്റ, അതായത് വളരെ പതറ്റിക് ആയിട്ടുള്ള ഡാറ്റയ്ക്ക് പോലും എത്രയോ ഡോളേഴ്സിലാണ് ചാർജ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പല ബുക്സിലും കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ ബിഗ്ഗാണ്. പക്ഷേ അത് എത്ര ആൾ യൂട്ടിലൈസ് ചെയ്യുന്നു? നിങ്ങൾ വെറുതെ ലൈവ് ട്രേഡിങ്ങും അതും ഇതും വീഡിയോ കണ്ട് സമയം കളയുന്ന സമയത്ത് ഇതുപോലെ ചാർട്ട് ഓപ്പൺ ചെയ്ത് വെക്കുക. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പല ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും, ചാർട്ട് റീപ്ലേ, അതായത് ബാർ റീപ്ലേ ഇല്ലല്ലോ ഫയേഴ്സിൽ, അല്ലെങ്കിൽ സെറോദയിൽ, അല്ലെങ്കിൽ ധെന്നിൽ, അപ്സ്റ്റോക്സിൽ നിന്നൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാർ റീപ്ലേ ഇല്ലാതെ തന്നെ വളരെ മനോഹരമായിട്ട് നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ ലൈവ് പ്രോഗ്രാം നടത്തിയ സമയത്ത് ഞാൻ സ്റ്റുഡൻസിന് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. വളരെ ഈസിയാണ്. പിന്നെ ബാക്കിയുള്ളവർ അങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ വറി ചെയ്യേണ്ട കാര്യമില്ല. ആരുടെ കയ്യിലാണ് ഏറ്റവും നല്ല ലാപ്ടോപ്പ് ഉള്ളത്, അല്ലെങ്കിൽ ഏറ്റവും നല്ല ചാർട്ടിംഗ് പ്ലാറ്റ്ഫോം ഉള്ളത്, അവരെല്ലാം പ്രോഫിറ്റബിൾ ആവുക. ആരാണ് ഏറ്റവും കൂടുതൽ ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്, അതായത് ഹാർഡ് വർക്ക് ചെയ്യാൻ, സ്മാർട്ട് വർക്ക് ചെയ്യാൻ റെഡിയാവുന്ന ആരാണ്, അവർക്കാണ് മാർക്കറ്റ് പൈസ തരിക, റൈറ്റ്? അത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഈ ഫയേഴ്സിൻ്റെ ആണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഇത് ഫയേഴ്സിൽ തന്നെ ചെയ്യണമെന്നില്ല, ഏത് ഡിസ്കൗണ്ട് ബ്രോക്കറിലും നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഫയേഴ്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ ആക്ച്വലി നമ്മൾ നോർമലി ഓപ്പൺ ചെയ്യുമ്പോൾ ബീറ്റ 1.5 എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ആക്ച്വലി സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചാർട്ടിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ അതായത് ബീറ്റയിലാണത്, പക്ഷേ അത് വളരെ സൂപ്പറായിട്ടുള്ളൊരു ചാർട്ടിംഗ് പ്ലാറ്റ്ഫോമാണ്. ലൈവ് ട്രേഡിങ്ങിന് വേണ്ടി വളരെ നല്ലൊരു സംഭവമാണ്. പക്ഷേ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതല്ല യൂസ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബീറ്റ 1.5 എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിൻ്റെ 2 പോയിൻ്റ് ഇപ്പം നമുക്ക് കാണാൻ പറ്റും. സ്വിച്ച് ടു ലെഗസി വെർഷൻ. നിങ്ങൾ ഇതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യം ലെഗസി വെർഷനിലേക്ക് സ്വിച്ച് ചെയ്യുക. നിങ്ങൾക്ക് കാണാം നമ്മൾ ലെഗസി വെർഷനിലാണുള്ളത്. ലെഗസി വെർഷൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്തെ ഡാറ്റ കുറച്ചുകൂടി ഫാസ്റ്റാണ്. നമുക്ക് ഏതെങ്കിലും ഒരു ഡേറ്റിലേക്കൊക്കെ പോകണം എന്ന് തോന്നിയാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. സ്വിച്ച് ബാക്ക് ആൻഡ് ഫോർത്ത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഏത് ചാർട്ടാണോ, സപ്പോസ് ഇപ്പോൾ റിലയൻസ് ആണെങ്കിൽ നിങ്ങളൊരു പുതിയ ചാർട്ട് ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പോൾ ജസ്റ്റ് മേക്ക് എ കോപ്പി എന്ന് കൊടുത്ത് റിലയൻസിന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ റിലയൻസിന് കൊടുത്ത് ഒരു പുതിയ ലേഔട്ട് ഉണ്ടാക്കുക. ഇങ്ങനെ ആക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്യാൻ ഈസി ആയിരിക്കും. ഒരുപാട് ലേഔട്ട്സും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ആദ്യം ഈ ഒരു ബട്ടൺ കണ്ടോ, റീസെറ്റ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുക ആദ്യം. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ഡേറ്റിലേക്കും ജമ്പ് ചെയ്യാൻ പറ്റും. ട്രേഡിങ്ങിലുള്ളൊരു സംഭവമാണ്. അപ്പോൾ 2017 ജൂലൈ മുതലുള്ള ഡാറ്റ ആക്ച്വലി ഇതിനകത്ത് അവൈലബിൾ ആണ്. അതായത് 6 വർഷത്തെ 1 മിനിറ്റ് ഡാറ്റ. ഇതിപ്പോൾ ഞാൻ 5 മിനിറ്റിലാണ് വെച്ചിട്ടുള്ളത്, പക്ഷേ 1 മിനിറ്റ് ഡാറ്റ പോലും 6 വർഷത്തേത് ഇതിനകത്ത് അവൈലബിൾ ആണ്. സോ നിങ്ങൾ ആ ഒരു ഡാറ്റയിലേക്ക് ജമ്പ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കാണാം വളരെ ഫാസ്റ്റായിട്ട്,
അതായത് 6 വർഷത്തെ അപ്പുറത്തേക്ക് വളരെ ഫാസ്റ്റായിട്ട് ഇത് ജമ്പായിട്ടുണ്ട്. സോ ഏത് ടൈം ഫ്രെയിമിലാണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ദയവേത് ഇതെൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റാണ്, 5 മിനിറ്റിന് താഴേക്ക് പോകാതിരിക്കുക. ആസ് എ ബിഗിനർ 15 മിനിറ്റ് ഈസ് ബെറ്റർ. കാരണം കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് പ്രൈസ് ആക്ഷൻ കാണാൻ പറ്റും എങ്ങനെയാണത് സംഭവിക്കുന്നത് എന്നുള്ളത്. സോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു രീതിയിൽ ചാർട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതാണോ നമ്മളുടെ പ്ലാൻ, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എല്ലാ സമയത്തും പ്രൈസ് ആക്ഷനാണ്. കാരണം ബാക്കി ഏത് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ ഡിഫിക്കൽട്ട് എത്രയാണെന്ന് നിങ്ങൾ പല ആൾക്കാർക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. സോ ജസ്റ്റ് സിമ്പിൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് വെച്ച് തന്നെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഇതിനകത്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് സിമ്പിൾ പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് ആണ്. കാരണം സിംപ്ലിസിറ്റിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടി ഇതുവരെ ട്രേഡിങ്ങിലൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ്. സോ ജസ്റ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് വെച്ചാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ 5 മിനിറ്റ് ആൻഡ് 15 മിനിറ്റ് ആണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇപ്പോൾ ജസ്റ്റ് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വരയ്ക്കുക. ഇങ്ങനെ വരച്ചതിന് ശേഷം അവിടെ എങ്ങനെയാണ് പ്രൈസ് ഫ്യൂച്ചറിൽ ബിഹേവ് ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. റൈറ്റ്, ഇപ്പോൾ നമുക്കറിയാം ബേസിക് ആയിട്ടുള്ള ഇപ്പോൾ സപ്പോർട്ട് ബിക്കംസ് റെസിസ്റ്റൻസ് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. റൈറ്റ്, അപ്പോൾ നമ്മളിങ്ങനെ നോക്കി പോകുന്ന സമയത്ത് ഇപ്പോൾ സപ്പോസ് ഇവിടെയാണ് നിങ്ങളുടെ മൗസ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, ഇവിടെ അടിയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും സ്ക്രോൾ ടു ദ റൈറ്റ് അല്ലെങ്കിൽ സ്ക്രോൾ ടു ദ ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു ഏരിയയിലാണ് അത് വരിക. ഓക്കെ, സ്ക്രോൾ ലെഫ്റ്റ് റൈറ്റ്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എൻഡ് ഉണ്ടല്ലോ, അതായത് നമ്മളുടെ പ്രൈസിൻ്റെ ലാസ്റ്റ് പോയിന്റ് വരുന്ന ഇവിടുന്ന് സിംഗിൾ ക്യാൻഡിലായിട്ടാണ് ഇത് മുമ്പിലേക്ക് പോകുക. നമ്മളിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, സിംഗിൾ ക്യാൻഡിലായിട്ട് ഇതും ചാർട്ട് ബാർ റീപ്ലേ തമ്മിൽ ഒരു വ്യത്യാസമില്ല. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ അത് കുറച്ചുകൂടി ഫാൻസി ആണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച് ഇവിടെ നമ്മൾ പൈസയും സേവ്ഡ് ആണ്. അതുപോലെ ട്രേഡിംഗ് വ്യൂ പ്രോയിലൊന്നും നിങ്ങൾക്ക് ഒരിക്കലും ഇത്രയും ഡാറ്റയും അവൈലബിൾ ആയിരിക്കില്ല. അവിടെ വളരെ കുറച്ച് ഡാറ്റ ഈവൻ പ്രോ പ്രീമിയത്തിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ. പ്രീമിയത്തിൽ കുറച്ച് കൂടുതലാണ്, ബട്ട് എങ്കിലും ലിമിറ്റഡ് ആണ്. റൈറ്റ്, സോ ഇത് നിങ്ങൾക്ക് എത്ര എണ്ണത്തിലാണ് അവൈലബിൾ എന്ന് ആലോചിച്ച് നോക്കൂ. ഏതാണ്ട് NSEയിൽ 1500 സ്റ്റോക്ക് ഉണ്ട്. BSE പിന്നെ ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല, ലിക്വിഡ് അല്ലാത്തതുകൊണ്ട് ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതിലുണ്ട്. ഓക്കെ, NSEയിൽ 1500 സ്റ്റോക്സ് അവൈലബിൾ ആണ്. അതുകൂടാതെ 200-ൽ താഴെ 150 ആ ഒരു റേഞ്ചിൽ ഫ്യൂച്ചേഴ്സും അവൈലബിൾ ആണ്. റൈറ്റ്, അപ്പോൾ ഇത്രയും ഡാറ്റ നമ്മളുടെ കയ്യിലുണ്ട്. സോ ആ ഡാറ്റ വൈസായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ചാർട്ടിൽ അറ്റ്ലീസ്റ്റ് ഇത്രയും ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ അവിടെ ഇരുന്നിട്ട് ഹാർഡ് വർക്ക് ചെയ്യാന്നുള്ളൊരു സൈഡെങ്കിലും നമ്മൾ ചെയ്യണ്ടേ? അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ പറയുന്നതിൻ്റെ ആ ഒരു ഡെപ്ത് എത്രയുണ്ട് എന്നുള്ളത്. സോ ഇങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുക ഈ ഒരു രീതിയിൽ നമുക്ക് സ്ലോലി മുമ്പിലേക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ വരച്ച റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. റൈറ്റ്, അത് ഇത് തന്നെ ആയിരിക്കണമെന്നില്ല. നിങ്ങൾ CPR ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അത് വരച്ചിട്ട് ഇതുപോലെ ചെയ്ത് നോക്കുക. CPR പ്ലോട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെയ്ത് നോക്കുക. ഫയൽസിൽ എനിക്ക് തോന്നുന്നു CPR എല്ലാം അവൈലബിൾ ആണ്. CPR വിത്ത് പൈവോട്ട് ലെവൽസ് അത് നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്യാം. അതുപോലെ ഏത് ഇൻഡിക്കേറ്റർ വേണമെങ്കിലും നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്യാം. പ്ലോട്ട് ചെയ്തിട്ട് പക്ഷേ ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. റൈറ്റ്, ഇതിങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കണം, മൗസ് ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കണം. ലാപ്ടോപ്പ് യൂസ് ചെയ്യുമ്പോൾ ഒരു മൗസ് ഞാൻ റെക്കമെൻഡ് ചെയ്യും ഇതുപോലെയുള്ള കാര്യങ്ങൾ. കാരണം അത് ലാപ്ടോപ്പിൻ്റെ പാഡ് യൂസ് ചെയ്യുന്നതിനേക്കാളും മൗസാണ് വളരെ ഈസി. സോ ഇതുപോലെയുള്ള ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്ത് നിങ്ങളുടെ ടൈം, ഫ്രീ ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ 5 മിനിറ്റിലൊന്നും പോയി വെറുതെ സമയം കളയണ്ട. നിങ്ങളൊരു 1 അവർ ചാർട്ട് എടുത്തോളൂ. ഓക്കെ, അതുപോലെ നമ്മൾ ടൈം സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഇത് വീണ്ടും പുതിയ ഡേറ്റിലേക്ക് തന്നെ വരും. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ നേരത്തെ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത ഡേറ്റ് മാറിയിട്ടുണ്ടാവില്ല, ആ ഡേറ്റിലേക്ക് പോവുക. നമ്മൾ നേരത്തെ വെച്ച റെസിസ്റ്റൻസ് കീഴിൽ കാണാൻ പറ്റും. ഇത് എത്ര ക്ലിയർ ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്തത് നമുക്ക് കാണാം. അത് വീണ്ടും നമ്മൾ നീട്ടി വരച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ആ ഒരു റെസിസ്റ്റൻസ് പിന്നെയും ഫ്യൂച്ചറിലേക്ക് വർക്ക് ആയത് നമുക്ക് കാണാൻ പറ്റും. സിമ്പിൾ, റൈറ്റ്? ബട്ട് അത്ര സിമ്പിൾ അല്ല. നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് വരാൻ തുടങ്ങും. റൈറ്റ്, ഇതൊരു സിമ്പിൾ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. സോ നിങ്ങൾക്ക് ഏത് രീതിയിലും വേണമെങ്കിലും അത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബട്ട് ദയവായി ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യമാണ് ഈ ജേണൽ. കണ്ടോ, ഒരുപാട് ആൾക്കാർ ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് എത്ര ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്കിപ്പോഴും ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം പല ആൾക്കാരും എനിക്ക് മെസ്സേജ് അയക്കും, ഞാൻ ജേണൽ ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും ഞാൻ പ്രോഫിറ്റബിൾ അല്ല. ഗൈസ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പ്രോഫിറ്റബിൾ ആയി കഴിഞ്ഞാൽ ജേണൽ യൂസ് ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ആക്ച്വലി നമ്മളൊരു ബിഗിനർ സ്റ്റേജിലാണ് നമ്മൾ ജേണൽ യൂസ് ചെയ്ത് നമ്മളുടെ എവിടെയാണ് നമ്മളുടെ മിസ്റ്റേക്ക് എന്നുള്ളൊരു സംഭവം നമ്മൾ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്ലോലി പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങും എവിടെയാണ് നമ്മൾ മിസ്റ്റേക്ക് ചെയ്യുന്നത്, ആ മിസ്റ്റേക്ക് എങ്ങനെ തിരുത്താന്നുള്ളത്. ഞാൻ എത്ര വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ജേണലാണ്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ്. സോ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ബാക്കി
സോഷ്യൽ മീഡിയയിൽ കാണുന്ന വിംസ് ആൻഡ് ഫാൻസീസിന് പുറകെ പോകാതിരിക്കുക. അതല്ല റിയൽ ട്രേഡർ ആവാനുള്ള പാത്ത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ടൈം നിങ്ങളുടെ ലാപ്ടോപ്പിനുള്ളിൽ നിങ്ങളുടെ ചാർട്ടിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതാണ് നിങ്ങളെ നല്ലൊരു ട്രേഡർ ആക്കുക. അത് ഞാൻ എത്ര പ്രാവശ്യം വേണമെങ്കിലും പറയാൻ എനിക്കൊരു മടിയില്ല.